ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെയുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പി കൂടിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ഉലുവ, 1 ടേബിൾ സ്പൂണ് ഉഴുന്ന്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ഗ്ലാസ് ചോറ്. ഇത്രയും ചേർത്തിട്ട് 1/2 ടീസ്പൂണ് ഈസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലുള്ള ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇങ്ങനെ വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് ഒരു രാത്രി മുഴുവൻ നമ്മളിത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 6 മണി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് ഇങ്ങനെ നല്ല കുമിളകളൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യുന്നത് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ വെള്ളം തന്നെ ചേർത്താൽ മതിയാവും. ഇനി വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നല്ലപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയ പാത്രം വേണം എടുക്കാൻ കേട്ടോ, അത് പൊങ്ങി വരും. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക. ഇനിയിപ്പോൾ ബാക്കി കൂടി നമുക്ക് അതുപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്, ഇത് മുഴുവൻ ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അധിക സമയമൊന്നും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ്ട, അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇത് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ വിറകടുപ്പിലൊക്കെ കത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അടുപ്പിൻ്റെ അടുത്തായിട്ട് കുറച്ചടുത്തായിട്ട് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടുവച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ സ്പൂണ് കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. മാത്രമല്ല അതിൻ്റെ ആ തോട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ തോട് സെപ്പറേറ്റ് ആയിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി മുളകൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. അങ്ങനെ ആയാലും അതിൻ്റെ തോട് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി നമുക്കിതിനെ ഇതിൽ നിന്നിങ്ങനെ മാറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക. 1 വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്രത്തോളം ചട്ടിനി വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. വെള്ളം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കാം. അതല്ല കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി അധികം നേരം ഇതിങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ചട്നി റെഡിയായി. ഇപ്പോൾ അരമണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബബിൾസ്, എയർ ബബിൾസൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ അധിക നേരം ഇങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇളക്കിയാൽ അങ്ങനെ താഴ്ന്നു പോവും. അപ്പോൾ ഓരോ തവി വീതം നമുക്ക് എടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് മറിച്ചിടുന്നില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും ഇത് ഒരു ദിവസം മുഴുവൻ ഇതേപോലെ തന്നെ ഇരിക്കും. നമുക്ക് ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ദോശ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ ചട്നിയാണ് ഇത്. അപ്പോൾ ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.